ഈ സ്കൂളിന്റെ ഇന്നാണ് വന്ന് നോക്കുന്നത് സാറേ. ഇത് കാണുന്നത് വന്ന് നോക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. സ്കൂള് ഞങ്ങൾക്ക് ഇങ്ങനെ കാണണ്ട. ഒരു വല്ലാത്തൊരു സ്ഥലം. അവിടെ ഒരു വലിയ ഗ്രൗണ്ടും ഇല്ലേ, അതിന്റെ അഭിനവവും ഒക്കെ കളിച്ച സ്ഥലം അവിടെ ആ പുഴയുടെ ഇപ്പുറത്തെ സൈഡിലല്ലേ. ഈ സ്കൂളിനെ നമുക്ക് അതിലെ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും, ഇത് കാണുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത വിഷമം ഉണ്ടാവും. പക്ഷേ ഈ സ്കൂളൊരു വല്ലാത്തൊരു വിജയത്തിന്റെ കഥയാണ് ഈ സ്കൂൾ പറയുന്നത്. അതെ, 5-6 വർഷമായിട്ട് 100% വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ അധ്യാപകർ ഞങ്ങളെ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ രക്ഷിതാക്കളും സഹകരിച്ച്, എന്താ പറയുക, ഒരു സ്കൂളല്ല, ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങളെ ആനുവൽ ഡേ ഒക്കെ ആയാലും ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങൾ 2 വർഷമായിട്ടൊക്കെ കൊണ്ടുനടന്നത്. പിന്നെ എല്ലാവരും ഒരു സ്കൂൾ എന്ന പോലെയല്ല, ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സ്കൂള്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടുകാരൊക്കെ അത്രയാണ് സഹകരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷമല്ല, അതിന്റെ മുന്നത്തെ വർഷം നമ്മളെ വാർഷികമൊക്കെ നടന്നത് ഒരു നാടിന്റെ ഒരു ഉത്സവം പോലെ, ഗ്രാമോത്സവം, പേര് തന്നെ ഗ്രാമോത്സവം എന്നായിരുന്നു. അതിൽ എല്ലാവരും സഹകരിച്ച് അതിവിടെ വലിയ ലൈറ്റും വലിയൊരു പ്രോഗ്രാമായിരുന്നു. എല്ലാവരും നമ്മളെ ഇവിടെയുള്ള എല്ലാവരെയും കുടുംബക്കാര് വരെ എല്ലാം നമ്മുടെ സ്റ്റേജ് ആ ഗ്രൗണ്ടിന്റെ അവിടെ ആയിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ 2 മരങ്ങളുണ്ടായിരുന്നു അല്ലേ. പുറത്തുനിന്ന് ഒരുപാട് പേര് വന്നിരുന്നു, ഞങ്ങളെ കുടുംബക്കാരൊക്കെ. അവരൊക്കെ പറയുന്നത് ഇതുപോലെ ഒരു പരിപാടി നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത് നാട്ടിൽ നിന്ന് കുടുംബക്കാർ ഇവിടെയുള്ള ഒരു ഇതെല്ലാവരെയും കുടുംബക്കാർ വരെ വന്നിട്ടുണ്ടായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാൻ, കാണാനൊക്കെ ആയിട്ട്. അപ്പൊ അവർക്കൊക്കെ അതൊരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു, എവിടെയും നടക്കാത്ത ഒരു. അഭിനവ് ഈ ക്ലാസ് മുറിയിൽ തന്നെ ഇരുന്നാണ് പഠിച്ചത്, അതോ പുറത്തേക്ക് പഠിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ചില കുട്ടികളെയൊക്കെ ടീച്ചർമാർ പുറത്തു കൊണ്ടിരുത്തി പഠിപ്പിക്കുന്നത്, പഠിപ്പിക്കലുണ്ട്. അതെ അതെ, LP കുട്ടികളെയാണ് പുറത്തുപോയി പഠിപ്പിക്കും. മറ്റേ ആ പുഴയുടെ അടുത്തൊക്കെ കൊണ്ടുപോയി അല്ലേ. ഇവരൊക്കെ പുഴയുടെ അടുത്തൊക്കെ പാറയിൽ കൊണ്ടേ പുറത്തിരുത്തി പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല, പുഴയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പുഴയിലൊക്കെ കൊണ്ടുപോകും, ടീച്ചർ കൊണ്ടുപോകും എല്ലാത്തിനും.